നമ്മുടെ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ത്രീകളും ഒറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ KSRTC ബസ്സുകളിൽ എല്ലാവിധ സ്ത്രീകൾക്കും സൗജന്യമായിട്ടുള്ള യാത്ര ഉറപ്പുവരുത്തുമെന്ന്. അപ്പോൾ ആ ഒരു യാത്രയുടെ കാര്യത്തിൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ജൂൺ 15-ാം തീയതി മുതൽ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് സഞ്ചരിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വാർത്ത പുറത്തുവിട്ട സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് മാത്രമാണോ, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിൽ സൗജന്യ യാത്ര കൊടുക്കുമോ എന്നുള്ള കാര്യം. അപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റി ഓൾറെഡി ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് കൊടുക്കുമോ എന്നുള്ള കാര്യം ഒരു സംശയമായിരുന്നു. അപ്പോൾ ഇതങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ടുള്ളവരുടെ സമരം നമുക്ക് വേറെ കാണേണ്ടിയും വരും. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ടും ഒരു തീരുമാനം ഏകദേശം ആയിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ടുള്ളവർക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവിധ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ ജൂൺ 15-ാം തീയതി മുതൽ സൗജന്യമായിട്ട് സഞ്ചരിക്കാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഇനി ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. എന്താണ് ഈ പറയുന്ന പോലെ LDF സർക്കാർ ഒത്തിരി വീഡിയോസാണ് ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയിരുന്നത്. ഇനി ഇവന്മാർ എപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത് സൗജന്യ യാത്ര, ജനങ്ങളെ പറ്റിക്കുകയാണ്, സ്ത്രീകളെ പറ്റിക്കുകയാണ്, എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസാണ് വന്നത്. അപ്പൊ അതിനൊക്കെ ഏകദേശം ഒരു സമാധാനമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കുന്ന സമയത്ത് KSRTCക്ക് ഉണ്ടാവുന്ന പ്രതിവർഷം 800 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടാവും. അപ്പൊ KSRTCക്ക് 800 കോടി രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നഷ്ടമായിട്ട് വരുന്ന 800 കോടി രൂപ ഇനി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ KSRTCക്ക് തന്നെ പൂർണ്ണമായിട്ടും സമ്പാദിക്കാനായിട്ടുള്ള വഴികളും ഇപ്പോൾ സർക്കാർ പുതുതായിട്ട് ഇറക്കുന്നുണ്ട്. കൂടുതൽ ബസ്സുകൾ ഇറക്കുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികൾ കൃത്യമായിട്ട് റിനോവേറ്റ് ചെയ്ത് യോഗ്യമാക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ ഒത്തിരി പുതിയ പുതിയ പ്രൊജക്ടുകൾ KSRTC ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു 800 കോടി രൂപയും KSRTCക്ക് തന്നെ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന രീതിയിൽ എത്തിക്കാനായിട്ടാണ് ഇപ്പൊ സർക്കാരിന്റെ തീരുമാനം. വളരെ മികച്ച ഒരു ഗവൺമെന്റ് റൂള് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ 800 കോടി രൂപയുടെ ഒരു ലാഭം നമ്മുടെ സർക്കാരിന് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു KSRTC. അപ്പൊ ഈ ഒരു ലാഭം പെട്ടെന്ന് ഇല്ലാതാവുന്ന സമയത്ത് അത് അത്ര ബുദ്ധിമുട്ടുള്ള രീതിയിൽ വരാതിരിക്കാനും ആ ഒരു സിറ്റുവേഷൻ മര്യാദക്ക് ഈ പറയുന്ന പോലെ സോൾവ് ചെയ്ത് പോകാനും പറ്റുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രൊജക്ടുകളും KSRTC ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ ഇപ്പൊ അനൗൺസ് ചെയ്യാനായിട്ട് പോവാണ്. അത് അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു പ്രൊജക്ട് വന്ന് KSRTC സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന അത്രയും നാള് ഈ പറയുന്ന 800 കോടി രൂപ സർക്കാർ തന്നെ KSRTCയിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾ എല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ സൗജന്യ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. പേഴ്സണലി ഞാനിതൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. കാരണം എന്റെ മനസ്സിൽ സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യ യാത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിലുണ്ടായിരുന്നത് 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് KSRTC ബസ്സിൽ, അതായത് ഫീമെയിൽ ഓർ മെയിൽ, ഈ രണ്ട് കൂട്ടർക്കും 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മന്ത്രിയാവണമെങ്കിൽ അങ്ങനെ ഇതാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതിപ്പോ സ്ത്രീകൾക്കാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു കാര്യം അനൗൺസ് ചെയ്തത്. ഇതിപ്പോ സർക്കാരിന് അത് ചെയ്തേ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും അത് അവർ ചെയ്തിട്ടുണ്ട്. ജൂൺ 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് മാത്രമല്ല, ഈ പറയുന്ന പോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾക്കും ഇത്തരത്തിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും സൗജന്യമായിട്ട് തന്നെ. അപ്പോൾ ഞാൻ എന്റെ മനസ്സിലൊരു കാര്യമാണ് പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് ഇത്തരത്തിലൊരു ആനുകൂല്യം കൊടുത്താനെ. അപ്പൊ ഇത്രയും ഒരു സാമ്പത്തിക പ്രതിസന്ധിത ഈ പറയുന്ന പോലെ KSRTCക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് KSRTCക്ക് മാത്രമല്ല, ഈ പറയുന്ന പോലെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർക്കും വരുന്നത്. ഈ പറയുന്ന പോലെ സ്ത്രീകളെല്ലാവരും സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ KSRTC ബസ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളിൽ ഈ പറയുന്ന കിട്ടുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസയിൽ വലിയൊരു ഇടിവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ സമരം ചെയ്യാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിന് എങ്ങനെയൊക്കെ ആകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം എല്ലാവിധ സ്ത്രീകളും പൂർണ്ണമായിട്ടും KSRTC ബസ്സുകളെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ബസ് ഓടി കിട്ടുന്ന ആ ഒരു പൈസ അതൊരു ലാഭത്തിലേക്ക് വരില്ല.
അപ്പൊ തീർച്ചയായിട്ടും അവർ അതിന്റെ പേരിൽ ഈ പറയുന്ന സ്റ്റുഡൻസിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എടുത്ത് മാറ്റാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ സ്റ്റുഡൻസിന് ഇത്തരത്തിൽ ഇളവും കൊടുത്ത് സ്ത്രീകളോട്ട് കയറുന്നില്ല. ഈ കയറുന്ന ആണുങ്ങളുടെ മാത്രം പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും അവർക്ക് ആ ഒരു പ്രൈവറ്റ് ബസ് ഓടിച്ച് അതിന്റെ ഒരു ലാഭം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരുടെ ഈ പറയുന്ന സോഴ്സ് ഓഫ് ഇൻകത്തെയും ഈ ഒരു എന്താണ് തീരുമാനം ബാധിക്കും. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി സ്വകാര്യ ബസ് ഉടമസ്ഥന്മാര് തീരുമാനത്തിൽ എത്തുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഭാവി പരിപാടികൾ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും നമുക്ക് നോക്കാം. ഈ പറയുന്ന ജൂൺ 15 തീയതി മുതൽ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവിധ സ്ത്രീകൾക്കും കേരളത്തിൽ KSRTC ബസ്സിൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് യാത്ര ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു യാത്ര അടിച്ചു പൊളിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്